ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആക്ച്വലി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞത് ഇന്ന് മുതൽ എടുക്കുന്ന എല്ലാ ട്രേഡ്സും ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇന്നലത്തെ ട്രേഡും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു ആ വീഡിയോക്കകത്ത്. ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഒരു 51,700 ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതായത് ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. എന്നിട്ട് മാർക്കറ്റ് ഡയറക്റ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഞാനൊരു ട്രേഡ് എടുത്തത് ഈ ഒരു 925 ക്യാൻഡിലിൽ എനിക്ക് ലോ ടൈം ഫ്രെയിം നോക്കിയ സമയത്ത് ഒരു റിജക്ഷൻ പോലെ കണ്ട സമയത്താണ് ഞാൻ ട്രേഡ് പുഷ് ചെയ്തത്. ടാർഗറ്റ് ആക്ച്വലി ഇവിടെയാണ് വെച്ചത്. പക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ വന്ന് തിരിച്ചൊന്ന് അപ്പ് സൈഡിലേക്ക് കയറി ഇവിടെ ഒന്ന് സ്വിങ് ചെയ്തു. ഞാൻ ബുക്ക് ചെയ്ത് മാറിയത് ഈ ഒരു ഏരിയയിലേക്ക് എത്തി. ഇവിടുന്ന് വീണ്ടും റിവേഴ്സൽ പോലെ കാണിക്കുന്ന സമയത്താണ് എക്സിറ്റ് ചെയ്തത്. അത് ആക്ച്വലി ഒരു റോങ് എക്സിറ്റ് ആയി. എനിക്ക് ഞാൻ വെച്ച ടാർഗറ്റ് തന്നെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു അത്. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് അതാണ്. ടാർഗറ്റിലല്ല എക്സിറ്റ് ചെയ്തത്, ടാർഗറ്റിന്റെ തൊട്ട് മുന്നേ ആയിട്ട് എക്സിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് അറിയായിരുന്നു ഇവിടുന്ന് മേ ബി ഒരു ഈ ഡയലോ എടുത്തിട്ട് മേ ബി ഒരു റിജക്ഷൻ കാണിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു ഏരിയയിലാണ് ബുക്ക് ചെയ്ത് പറയുന്നത്. ഞാൻ ഓർഡർ ബുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ ട്രേഡ്. 9:28-നാണ് ട്രേഡ് പുഷ് ചെയ്തത്. അതായത് ഈ ഒരു ക്യാൻഡിൽ. ദെൻ 52,400 പുട്ട് ഓപ്ഷൻ ആണ് ബൈ ചെയ്തത്. 1 ലോട്ട് മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഒരു 10:55 ക്യാൻഡിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഈ ഒരു ഏരിയ ഇവിടുന്ന് മാർക്കറ്റ് ചെറുതായിട്ട് ഒരു റിജക്ഷൻ പോലെ കണ്ട സമയത്താണ് എക്സിറ്റ് ചെയ്തത്. ആവറേജ് പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ മാർക്ക് ചെയ്ത സോൺസ് ആണ്. ആ സോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതിന്. ഈ റിജക്ഷൻ ഒക്കെ ഇവിടുന്ന് എക്സാക്ട്ലി ഇവിടെ തന്നെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത്. പിന്നെ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത് 51,600 ആ റേഞ്ചിലാണ്. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒന്ന് മാർക്കറ്റ് നോക്കാം. ഈ സോൺസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് 4 days ആയിട്ട് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടർ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു രീതിയിലാണ് ഡെയിലി ക്യാൻഡിൽ നമുക്ക് കിട്ടുന്നത്. അപ്പ് സൈഡ് ആണെങ്കിൽ ഒരു 51,900 വരെ മൂവ് ചെയ്യുന്നുണ്ട്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 51,200 ആ റേഞ്ച് വരെയാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഇൻഡിസിഷൻ തന്നെ വേണമെങ്കിൽ പറയാം. 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. 50 മിനിറ്റിൽ നമുക്ക് ഡ്രോയിങ്സ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ. ഇവിടെ നമ്മൾ ആക്ച്വലി ഇന്നലെ മാർക്ക് ചെയ്തത് ഈ ഒരു സോൺ ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് അതിന്റെ മുന്നേ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത്തിരി കൺഫ്യൂസിങ് ആണ് ഈ ഒരു ഏരിയ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ. പിന്നെ താഴെ ആണെങ്കിൽ ഇത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തതാണ്. അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. നോക്കാം. അപ്പ് സൈഡിലാണെങ്കിൽ ഇത് നല്ലൊരു സെല്ലിംഗ് ഏരിയ ആണ്. ഓക്കെ, ഇതിനിടയിൽ ഒരു മൈനർ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇത്തിരി കൺഫ്യൂസിങ് ആണ് ഡ്രോ ചെയ്യുന്ന സമയത്ത്. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. പിന്നെ ആരും ഈ ഡ്രോയിങ്സ് ഒന്നും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. ഇത് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. പലരും പല രീതിയിലായിരിക്കും ഡ്രോയിങ്സ് ചെയ്യുന്നതും ട്രേഡ് സെൻറ്റർ ചെയ്യുന്നതും ഒക്കെ അവരുടേതായ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ആരും ഇത് എടുക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽസ്. നിയർലി ഒരു 90-95 പോയിന്റ്സ് നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.